സർ, കഴിഞ്ഞ ദിവസം കോൺഗ്രസിൻ്റെ ഒരു പ്രതിഷേധം ഉണ്ടായിരുന്നു. അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഷാഫി വടകര വെച്ച് തടഞ്ഞിരുന്നു ഡിവൈഎഫ്ഐ പ്രവർത്തകരെ. അപ്പം അതിൽ കയ്യേറ്റവും മറ്റും ഉണ്ടായിരുന്നു. നായ എന്നൊക്കെ വിളിച്ചിരുന്നു. അദ്ദേഹം കാറിന് പുറത്തിറങ്ങിയിരുന്നു ഡിവൈഎഫ്ഐ പ്രതിഷേധകർ നേരിടാൻ വേണ്ടി. അതിൻ്റെ ഒരു ബാക്കി പത്രം എന്ന രീതിയിൽ, അതിൻ്റെ റിയാക്ഷൻ എന്ന രീതിയിൽ ഈ നമ്മുടെ കോൺഗ്രസ് പ്രവർത്തകർ ക്ലിഫ് ഹൗസിൻ്റെ മുന്നിൽ പ്രതിഷേധം കാഴ്ചവെച്ചു. അപ്പോൾ സാധാരണ കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധമൊക്കെ വളരെ ശാന്തം ആണ്, അല്ലെങ്കിൽ അങ്ങനെയാണ്. കോൺഗ്രസ് ഈ അഹിംസാവാദവും അതൊക്കെയാണല്ലോ അവരുടെ മോട്ടോ. പക്ഷേ ഇന്നലെ രാത്രി നടന്ന ഈ പ്രതിഷേധത്തിൽ തീപ്പന്തവുമായിട്ടാണ് അവർ വന്നത്. അത് മാത്രമല്ല, പോലീസിന് നേർക്ക് തീപ്പന്തം വലിച്ചെറിയുകയും മറ്റും അങ്ങനെ ചെയ്തു. പോലീസ് കൂട്ടമായിട്ട് നിൽക്കുന്ന നേർക്ക് ആണ് ഈ എറിയുന്നത്. അത് മാത്രമല്ല, ഈ എറിഞ്ഞപ്പോൾ ഈ മണ്ണെണ്ണ പോലത്തെ വസ്തുക്കൾ, അതായത് തീ പടർന്നു പിടിക്കാൻ സാധ്യതയുള്ള അത്തരത്തിലുള്ള വസ്തുക്കളുടെ സാന്നിധ്യവും കണ്ടെടുത്തു. അപ്പോൾ ഇത് കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ പോപ്പുലർ ഫ്രണ്ടിൻ്റെ പ്രവർത്തകർ കയറി എന്നൊക്കെയുള്ള ഒരു വാദവും ഒരു സൈഡിൽ വരുന്നുണ്ട്, നുഴഞ്ഞു കയറി എന്നൊക്കെയുള്ള. എന്തായാലും ഈ പ്രതിഷേധങ്ങൾ അക്രമാസക്തമാവുന്നത് നമ്മൾ ഈ അടുത്ത കാലത്തായിട്ട് കാണുന്നുണ്ട്. അതായത് കയ്യേറ്റവും ഇതൊക്കെയാണ് കൂടുതലായി വരുന്നതായി നമ്മൾ കാണുന്നുണ്ട്. രാഷ്ട്രീയ പ്രവർത്തകനെന്നില്ല, ജനപ്രതിനിധിന്നില്ല, ആർക്കും നേരം, പോലീസെന്നില്ല, ആരെ നേർക്കും ചെയ്യുന്നു എന്നുള്ളത്. അപ്പം എന്തുകൊണ്ടായിരിക്കും അതിങ്ങനെ കൂടി വരുന്നത്? പ്രതിഷേധം അക്രമാസക്തമാവരുത് എന്നുള്ളത് അടിസ്ഥാന തത്വമാണ്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഷാഫി പറമ്പലിനെ എന്തിനാണ് വടകരയിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകർ തടഞ്ഞത്? എന്തിനാണ് എന്നുള്ള ചോദ്യം പ്രസക്തമാണ്. അതിന് ഉത്തരം പറയാൻ കഴിയില്ല. അതിനുള്ള ഉത്തരം രാഹുൽ മാങ്കൂട്ടത്തിന്റെ മെൻഡറാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെ ഏറ്റവും വേണ്ടപ്പെട്ടവനായി കൊണ്ടുവന്ന് തൻ്റെ പാലക്കാട് സീറ്റിൽ കൊണ്ടുവന്നതും പ്രതിഷ്ഠിച്ചതും MLA ആക്കിയതും ഷാഫി പറമ്പിലാണ്. അതുകൊണ്ട് ഷാഫി പറമ്പിലിനെ തടയും. അതെന്തൊരു ന്യായമാണ്? മകൻ ചെയ്ത തെറ്റിന് അച്ഛൻ കുറ്റക്കാരനല്ല എന്ന് പറഞ്ഞവരല്ലേ ഇവര്? അതെ. അപ്പോൾ ഒരു സുഹൃത്ത് കുറ്റക്കാരനാണ്. അത് ആദ്യത്തെ തെറ്റ്. അവരിത്രയും അക്രമാസക്തമായ രീതിയിൽ പെരുമാറാൻ ശ്രമിച്ചപ്പോൾ ഷാഫി കാറിൽ നിന്നും പുറത്തേക്കിറങ്ങിയപ്പോൾ പോലീസ് ബലം പ്രയോഗിച്ച് തിരിച്ച് കാറിലേക്ക് വിടുന്നു. നേരെ തിരിച്ച് ഒരു CPM MP ആയിരുന്നു അവിടെ വന്നു. കോൺഗ്രസ് പിള്ളേര്, യൂത്ത് കോൺഗ്രസ് വഴിതടയാൻ ശ്രമിച്ചിരുന്നെങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതി? സിനാരിയോ മാറിമറിയും. പോലീസ് ആ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അടിച്ചോടിക്കും, അടിച്ച് തല പൊട്ടിക്കും. അല്ലെങ്കിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകർ വന്ന് യൂത്ത് കോൺഗ്രസിനെ തല്ലും, അടിക്കും, മർദ്ദിക്കും. അവസാനം കേസ് നേരെ തിരിഞ്ഞു വരികയും ചെയ്യും. ഇത് കേരളത്തിൽ ഭരിക്കുന്നത് ഇപ്പോൾ LDF ആയതുകൊണ്ട്, CPM മുൻകൈ കൊടുത്തുകൊണ്ട് ഭരിക്കുന്ന ഈ സംസ്ഥാനത്ത് പോലീസ് CPMന്റെ അനുകൂലികളായി മാറുന്നു എന്ന് വേണം നമ്മൾ ഈ കാഴ്ചയിൽ നമുക്ക് കാണാൻ. അതായത് ഡിവൈഎഫ്ഐയുടെ ഒരു ബി ടീം പോലെ. അതെ, ബി ടീം പോലെ പോലീസുകാർ പെരുമാറും. ഇനി ഇതിന്റെ പ്രതിഫലനമാണ് കോൺഗ്രസുകാർ മുഖ്യമന്ത്രിയുടെ വസതിയിലേക്ക് മാർച്ച് നടത്തിയത്. അവരുടെ ഒരു MPയെ, അവരുടെ ഒരു നേതാവിനെ ഇതുപോലെ കാരണമില്ലാതെ പ്രതിഷേധിച്ച് തടഞ്ഞപ്പോൾ അതിനെതിരെ അവർ മുഖ്യമന്ത്രിയുടെ വസതിയിലേക്ക് യാത്ര നടത്തി. ഇന്നലെ പോലീസ് സ്റ്റേഷൻ മാർച്ച് നടത്തി, അല്ലേ? പന്തം കൊളുത്തിക്കൊണ്ടാണ് പോയത്. ക്ലിഫ് ഹൗസിലേക്ക് പോയി പന്തം കൊളുത്തിക്കൊണ്ടാണ് പോയത്. അതായത് അക്രമാസക്തമായിരുന്ന DYFI പ്രവർത്തകരെ പോലെ ഇവരും പെരുമാറുന്നു. അവരത് കണ്ടല്ലേ പഠിക്കുന്നത്. കാരണം ഞങ്ങളുടെ ഒരു നേതാവിനെ കൊല്ലാൻ വരെ മടിക്കാത്ത ഒരു ഗ്രൂപ്പ് അവിടെ ഒരു പ്രശ്നം നടത്തുമ്പോൾ ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് മുഖ്യമന്ത്രിയോടാണ്. അതല്ലേ അവർ ആ പ്രതിഷേധത്തിലൂടെ പറഞ്ഞത്. പന്തം കൊളുത്തി ചെന്നു, പോലീസ് തടഞ്ഞു, പോലീസിനെ എറിഞ്ഞു. ശരിയാണ്, ഞാൻ പറഞ്ഞത് യുവാക്കളാണ്. അവർക്ക് ചിന്തകളേക്കാൾ കൂടുതൽ അവർ വികാരമാണ് അവരെ നയിക്കുന്നത്. ഒരു സമൂഹത്തെ എങ്ങനെയാണ് നയിക്കുന്നത്? ഈ യുവാക്കളെ എങ്ങനെയാണ് ആ വികാരം അവർ പ്രതിഫലിപ്പിക്കുന്നു. എന്തുകൊണ്ടാണ് എന്ന പിന്നെ മുഖ്യമന്ത്രിക്ക് പറഞ്ഞുകൂടെ? DYFI പ്രവർത്തകരോടോ അല്ലെങ്കിൽ പാർട്ടി അണികളോടോ പറഞ്ഞുകൂടെ? നിങ്ങൾ എന്തിനാണ് ഷാഫിയെ തടയുന്നത്? അത് തെറ്റാണ്, ചെയ്യരുത് എന്ന് പറഞ്ഞുകൂടെ? ഇല്ല, മുഖ്യമന്ത്രി രക്ഷാപ്രവർത്തനം എന്നാണല്ലോ പറയുന്നത്. DYFI ചെയ്യുന്നതെല്ലാം രക്ഷാപ്രവർത്തനം എന്നാണ് പറയുന്നത്. അതെ, ആ രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞ് അവർക്ക് വളം ഇട്ട് കൊടുത്ത് അവർക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തത് മുഖ്യമന്ത്രി. അപ്പൊ മുഖ്യമന്ത്രി ഒരിക്കലും തടസ്സം പറയില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടല്ലേ DYFI പ്രവൃത്തി കാണിക്കുന്നത്. എനിക്കൊരിക്കലും ന്യായീകരിക്കാൻ പറ്റില്ല ഷാഫിയെ തടഞ്ഞത്. ഷാഫി നല്ലവനോ ചീത്തയോ അതൊന്നും അല്ല എന്റെ പ്രശ്നം. രാഹുൽ മാങ്കൂട്ടത്തിൽ പെണ്ണ് പിടിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ അശ്ലീല സന്ദേശം അയച്ചിട്ടുണ്ടോ അതൊന്നും എന്റെ വിഷയമല്ല.
ഇവിടെ സമൂഹത്തില് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാവുന്ന രീതിയിൽ ഡിവൈഎഫ്ഐയോ യൂത്ത് കോൺഗ്രസോ ഒക്കെ പ്രവർത്തിച്ചാൽ അതിനെതിരെ പ്രതികരിക്കുന്ന ജനങ്ങൾ. ഒരു വഴിതടയലും ഒരു പ്രതിഷേധം നടത്തുമ്പോൾ ജനങ്ങൾക്കാണ് ബുദ്ധിമുട്ട്. അത് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ മനസ്സിലാക്കണം. പോഷക സംഘടനകളെ വളർത്തിക്കൊണ്ടുവന്ന് അവരിൽ നിന്ന് നേതാക്കന്മാരെ ചൂസ് ചെയ്തെടുക്കാൻ വേണ്ടിയുള്ള ഒരു തന്ത്രമുണ്ടല്ലോ. ആരാണ് നന്നായിട്ട് സംസാരിക്കുന്നത്? ഇന്നലെ ഡിവൈഎഫ്ഐയുടെ ഒരു നേതാവ് ഒരു ചാനലിൽ ഇരുന്ന് പറയുകയാണ്, അല്ല, രാഹുൽ മാങ്കൂട്ടത്തിന്റെ മെന്ററാണ് ഷാഫി. ആ ഷാഫി ഇതിനെതിരെ പ്രതികരിച്ചു. ഏതിനെതിരെ? രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്ത തെറ്റിനെതിരെ പ്രതികരിച്ചോ? ഉടനെ ഓപ്പോസിറ്റ് പാനലിസ്റ്റ് ചോദിച്ചു, പാർട്ടി പ്രതികരിച്ചല്ലോ, പിന്നെ ഷാഫി പ്രത്യേകം പ്രതികരിക്കണം? അല്ലല്ല, ഷാഫി പ്രതികരിക്കണം, അത് ഞങ്ങളുടെ പ്രതിഷേധമാണ്. എന്തൊരു ഫൂളിഷ്നസ് ആണ് പറയുന്നത്. ഒരു ചാനലിൽ വന്നിരുന്ന് പറയുന്ന വിവരക്കേടിന് ഞാൻ ഡിവൈഎഫ്ഐയുടെ പല നേതാക്കളും പല തരത്തിലുള്ള വിവരക്കേടുകൾ പറയാറുണ്ട്. അപ്പോ ഒരു കോൺഗ്രസിന്റെ ഒരു പ്രതിനിധി വന്നിരുന്നു. അദ്ദേഹം ചോദിച്ചു, PM ആഷോ എന്ന് പറയുന്ന നിങ്ങളുടെ നേതാവ് ഒരു ദളിത് പെൺകുട്ടിയെ, നിനക്ക് തന്തയില്ലാത്ത കൊച്ചിനെ ഞാൻ ജനിപ്പിക്കും എന്ന് പറഞ്ഞ് അവളുടെ മാറത്ത് ചവിട്ടി അവിടെ MG യൂണിവേഴ്സിറ്റിയിൽ ഒരു പ്രശ്നം ഉണ്ടായിട്ട് ഗാന്ധിനഗർ പോലീസ് അതിന് കേസെടുത്തു. അതിന്റെ തുടർച്ചയെന്നോണം അയാളെ സംസ്ഥാന സെക്രട്ടറിയിൽ നിന്നും ദേശീയ സെക്രട്ടറി ആക്കി മാറ്റുകയാണ് ചെയ്തത്. അതിന് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവന്റെ വാ അടഞ്ഞു. അതുപോലെ തന്നെ അയാൾ നിരനിരയായി കുറെ പീഡനങ്ങളുടെ കഥ പറഞ്ഞു. CPM അനുഭാവികളുടെയും MLA-മാരുടെയും മന്ത്രിമാരുടെയും ഒക്കെ പീഡന കഥകളും പൈങ്കിളി കഥകളും അയാൾ അങ്ങോട്ട് കെട്ടഴിച്ചു കൊടുത്തു. അത് മാത്രമല്ല, ഈ PK ശശി പോലുള്ള തീവ്രത കുറഞ്ഞ അത്തരത്തിലുള്ള പീഡനം ഉന്നയിച്ച സ്ത്രീകളുടെ, വനിതാ നേതാക്കളുടെ അവസ്ഥ എന്താണ്? അതെ, ഒരു സ്ത്രീ തന്നെയല്ലേ പോയി, PK ശ്രീമതി ടീച്ചറല്ലേ പോയി തീവ്രത ഇറങ്ങുന്നത്? അതെ. എന്നിട്ട് തീവ്രത കുറച്ച പീഡനം, എനിക്ക് മനസ്സിലായില്ല എന്താണ് ആ തീവ്രത കുറച്ച പീഡനം, എങ്ങനെയാണ് ഇവർ തീവ്രത അളക്കുന്നത്? അതെ. അപ്പൊ അങ്ങനെയുള്ളവർ മുഖ്യമന്ത്രിയുടെ ശിഷ്ടക്കാരായി ഇപ്പോഴും അവിടെ വിലസംഭവം. ഈ ഡിവൈഎഫ്ഐ പ്രവർത്തകർക്ക് നാണമില്ലേ ഇത് പറയാൻ? ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിനെ ഞാൻ ന്യായീകരിക്കുകയല്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിയമം ശിക്ഷിക്കട്ടെ. പറയുന്നവരുടെ യോഗ്യത എന്തുള്ളതാണ്? പിന്നെ പറയുന്നവർക്ക് എന്താ യോഗ്യത? അയാൾ MLA സ്ഥാനം രാജിവെക്കണമെന്നാണ് പറയുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ CPM-ന്റെ എത്രയോ MLA-മാർ ഇപ്പോഴും FIR ഇട്ട് കേസുണ്ട്. ഇയാൾക്ക് പ്രത്യക്ഷത്തിൽ ഒരാൾ കേസ് കൊടുത്തിട്ടില്ല, പരാതി ഉന്നയിച്ചിട്ടില്ല. അപ്പൊ ഇയാളുടെ സ്ഥാനം രാജിവെപ്പിക്കാൻ വേണ്ടി ക്രൈംബ്രാഞ്ച് കേസ് എടുക്കാൻ പോകുന്നു എന്ന് പറയുന്നു. പരാതി കൊടുത്തിട്ടില്ലെങ്കിൽ. കഴിഞ്ഞ ദിവസം ഗോവിന്ദൻ മാഷ് പറഞ്ഞത് മുകേഷിന്റെ കേസ് പതിറ്റാണ്ടുകൾക്ക് മുമ്പോൾ അതിപ്പോ പ്രസക്തമല്ല എന്നൊക്കെയാണ്. അതെ, അപ്പൊ അത് കാലങ്ങൾ മാറിയാൽ കേസില്ലാണ്ടാവും, തെറ്റില്ലാതാവും എന്നല്ലേ ഗോവിന്ദൻ മാഷ് പറയുന്നത്. ഇതൊക്കെ ഇങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, തൊടുന്യായം പറഞ്ഞ് എന്ത് കാര്യത്തിലും അവർക്ക് ന്യായങ്ങളുണ്ട്. അത് CPM-ന്റെ ഒരു തന്ത്രമാണ്. CPM ഉണർത്തിക്കൊണ്ടുവന്ന, CPM രഹസ്യമായി ചെയ്ത ഒരു പദ്ധതിയുടെ പരിണിത ഫലമായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ പ്രതിസന്ധി. സംശയമൊന്നും വേണ്ട. കാരണം രാഹുൽ കൈകൊണ്ട് മുഖ്യമന്ത്രിക്ക് നേരെ പറയുക, ചാനൽ ചർച്ചയിൽ വന്നിരുന്ന വിജയന്റെ ആ പിപ്പിടി കയ്യിൽ വെച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ് വളരെ പരുഷമായി സംസാരിക്കുന്നു. VD സതീശൻ പോലും, പ്രതിപക്ഷ നേതാവ് പോലും പിണറായി വിജയനെ അങ്ങനെ അങ്ങ് പറയാറില്ല. അവരൊരു അഡ്ജസ്റ്റ്മെന്റിലാണ് പോകുന്നത്. അപ്പൊ യുവ നേതാവ് എന്നുള്ള നിലയ്ക്ക് ഇയാൾക്ക് ആരെയും കൂസേണ്ട കാര്യമില്ലാത്തതുകൊണ്ട് അങ്ങനെ സംസാരിച്ചു. നിയമസഭയെ പോലും കൈ ചൂണ്ടി സംസാരിക്കുന്നത് കൊണ്ട് ഈ കുഴൽനാടനെയും രാഹുലിനെയും ഒക്കെ ചുണ്ണാമ്പ് തൊട്ട് വെച്ചിരിക്കുകയാണ്. കുഴൽനാടനെ ഇങ്ങനെ ഒരു സ്ത്രീപീഡന കേസിൽ പിടിക്കാൻ പറ്റില്ല. ഇത് ഇവൻ അബദ്ധത്തിൽ സംഭവിച്ചു പോയി, ചില പെൺകുട്ടികളുമായി വഴിവിട്ട ബന്ധങ്ങൾ ഉണ്ടായിരിക്കാം, അത് കയറി പിടിച്ചു. ഒരു മനുഷ്യനെ തകർക്കാൻ ഏറ്റവും പ്രബലമായ കാര്യം ഒരു സ്ത്രീയുടെ പേരിൽ ഒരു പീഡന പരാതി ഉണ്ടാക്കുകയാണ്. അത് സംഭവിച്ചിരിക്കുന്നു. കുഴൽനാടനെയൊക്കെ അങ്ങനെ എന്തെങ്കിലും ബന്ധമുണ്ടായിരുന്ന പണ്ടേ അകത്താക്കി. പക്ഷെ അതൊന്നും കിട്ടിയില്ല. എന്തായാലും ഇവിടെ രാഷ്ട്രീയ പാർട്ടികളും അവരുടെ പോഷക സംഘടനകളും അവരുടെ വിദ്യാർത്ഥി സംഘടനകളും തീരുമാനിക്കേണ്ടത് ജനങ്ങളെ ഉപദ്രവിക്കുന്ന ഒരു കാര്യം ചെയ്യില്ല എന്ന് തീരുമാനമെടുക്കണം. അതായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം.